അർബുദം പുരുഷന്മാരിൽ വന്ധ്യത ഉളവാക്കുമോ? അർബുദം വന്ന പുരുഷന്മാർക്ക് പ്രജനനത്തിന് ഭാവിയിൽ വഴികളുണ്ടോ? ഇതിനെക്കുറിച്ചാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ രാംഗോപാൽ, തിരുവനന്തപുരത്തെ ആദ്യത്തെ IVF ഹോസ്പിറ്റലായ സമദ് ഹോസ്പിറ്റലിലെ IVF സ്പെഷ്യലിസ്റ്റും ലാപ്രോസ്കോപ്പിക് സർജനും ആണ്. എന്തെല്ലാം തരം അർബുദങ്ങളാണ് വന്ധ്യതയിലേക്ക് നയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ജനനേന്ദ്രിയങ്ങളിലെ വന്ധ്യത കാരണമാകുന്ന വൃഷ്ണത്തിൻ്റെ അർബുദം, ഇല്ലെങ്കിൽ ലുക്കീമിയ അഥവാ ലിംഫോമ എന്നിവ അർബുദത്തിന് കാരണമാകുന്നതായി നാം കാണാറുണ്ട്. അടുത്തതായി, പല അർബുദങ്ങളും നേരിട്ട് വന്ധ്യതയ്ക്ക് കാരണമാകുന്നില്ലെങ്കിലും ആ അസുഖങ്ങൾക്ക് വേണ്ടി വരുന്ന ചികിത്സാ രീതികൾ, അത് ശസ്ത്രക്രിയ ആയിക്കൊള്ളട്ടെ, അത് കീമോതെറാപ്പിയോ റേഡിയോതെറാപ്പിയോ ആയിക്കൊള്ളട്ടെ, ഇവ വന്ധ്യതയിലേക്ക് നയിക്കുന്നതായും നമുക്ക് കാണാവുന്നതാണ്. മൂന്നാമതായി, വൃഷ്ണങ്ങൾ അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എന്നിവിടങ്ങളിൽ വേണ്ടി വരുന്ന ശസ്ത്രക്രിയകൾ കഴിയുന്ന ആളുകൾക്കും വന്ധ്യത വരാനുള്ള ഒരു നേരിയ സാധ്യത ഉള്ളതാണ്. എന്നാൽ അർബുദം വന്ന പുരുഷന്മാർക്ക് അർബുദത്തിൻ്റെ ഭാഗമായോ അതിന് വേണ്ടി വരുന്ന ചികിത്സാ രീതികളുടെ ഭാഗമായോ പ്രജനനശേഷി നഷ്ടപ്പെട്ടാൽ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുവാൻ എന്തെങ്കിലും വഴികളുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വഴി ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതിന് ഉള്ള ഉത്തമമായ മാർഗമാണ് ബീജം ശീതീകരിച്ച് വെക്കുന്നത് എന്നുള്ളത്. ഇത് ആർക്കൊക്കെയാണ് ഉപയോഗപ്രദമായി വരുന്നത് എന്ന് നാം കണ്ടിട്ടുള്ളത്. ആദ്യമായി നാം നേരത്തെ പറഞ്ഞതുപോലെ അർബുദം ബാധിച്ച പുരുഷന്മാർ, അതും വൃഷ്ണത്തിലുള്ള അർബുദങ്ങൾ, ഇല്ലെങ്കിൽ ലുക്കീമിയ, ഇല്ലെങ്കിൽ ലിംഫോമ, ഇല്ലെങ്കിൽ മറ്റ് അർബുദങ്ങൾ, അതിന് ഭാഗമായി ചികിത്സയുടെ ഭാഗമായി കീമോതെറാപ്പി റേഡിയോതെറാപ്പി വേണ്ടി വരുന്നവർ എന്നിവർക്ക് ബീജം ശീതീകരിച്ച് വയ്ക്കാവുന്നതാണ്. രണ്ടാമതായി, ജനനേന്ദ്രിയങ്ങളിലും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലും സർജറി വേണ്ടി വരുന്നവർക്ക് ആ ശസ്ത്രക്രിയയ്ക്ക് മുൻപായി ബീജം ശീതീകരിച്ച് വയ്ക്കാവുന്നതാണ്. മൂന്നാമതായി, ഹൈ റിസ്ക് ജോലികളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, ഇപ്പോൾ പട്ടാളത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ പൈലറ്റുകാർക്ക്, അവർക്ക് അവരുടെ ബീജം ശീതീകരിച്ച് വയ്ക്കാവുന്നതാണ്. അവസാനമായി, നമുക്ക് വൈഫിന് അല്ലെങ്കിൽ പങ്കാളിക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് ഇവിടെ എത്തിച്ചേരാനാകാത്ത പുരുഷന്മാർക്ക്, ചിലപ്പോൾ അവർ പുറത്ത് ജോലി ചെയ്യുന്നവരായിരിക്കാം, ചിലപ്പോൾ ഗൾഫിലോ പുറത്തോ ജോലി ചെയ്യുന്നവരായിരിക്കാം, എന്നിവർക്ക് ബീജം ശീതീകരിച്ച് വെക്കുന്നത് വളരെ ഉപയോഗപ്രദമാകും. എങ്ങനെയാണ് നമ്മൾ ബീജം ശീതീകരിച്ച് വെക്കുന്നത് എന്നതിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇങ്ങനെ ചികിത്സാ രീതികൾ വേണ്ടി വരുന്ന ദമ്പതിമാരിലെ പുരുഷന്മാർ സ്വയംഭോഗം ചെയ്ത് നൽകുന്ന സാമ്പിൾ നമ്മൾ ലിക്വിഡ് നൈട്രജൻ ഉപയോഗിച്ച് -196 ഡിഗ്രിയിലാണ് നമ്മൾ ശീതീകരിച്ച് വെക്കുന്നത്. എന്നിട്ട് അവർക്ക് വേണ്ടി വരുന്ന ചികിത്സകൾ നേടുകയും അതിനുശേഷം രോഗമുക്തി ആയതിനു ശേഷം കുട്ടികൾ ഉണ്ടാവണം എന്ന സമയത്ത് ഈ ശീതീകരിച്ച് വെച്ചിരിക്കുന്ന സാമ്പിളിൽ നിന്ന് അത് ചെയ്ത് നല്ല ബീജാണുക്കൾ എടുക്കുകയും അതിൽ നിന്ന് ഭ്രൂണം ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ ഗർഭധാരണത്തിലേക്കാണ് നാം എത്തുന്നത്. എത്ര വർഷം വരെ ഇത് നമുക്ക് ശീതീകരിച്ച് വെക്കാം എന്നുള്ളതാണ് മറ്റുള്ളവരിൽ ഉള്ള വലിയ ഒരു സംശയം. നമുക്കിപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ഏകദേശം 28 വർഷത്തോളം ബീജം ശീതീകരിച്ച് വെച്ചതിൽ നിന്ന് ആരോഗ്യപരമായ ഒരു ഗർഭധാരണവും ആരോഗ്യമുള്ള ഒരു കുട്ടിയും ജനിച്ചതായി വരെ US നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ ഉള്ള നിലവിൽ ഉള്ള നിയമങ്ങൾ അനുസരിച്ച് 10 വർഷം വരെയാണ് നമുക്ക് ബീജം ശീതീകരിച്ച് വെക്കാൻ പറ്റുന്നത്. ഈ അടുത്ത 2-3 മാസങ്ങൾക്ക് മുൻപായി കൗമാരപ്രായത്തിൽ വൃഷ്ണത്തിൻ്റെ അർബുദം ബാധിച്ച ഒരു യുവാവ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഭാഗമായി അതിന് മുൻപ് തന്നെ അദ്ദേഹത്തിൻ്റെ ബീജം ശീതീകരിച്ച് വയ്ക്കുകയും 4-5 വർഷം ചികിത്സ തേടുകയും അതിനുശേഷം രോഗമുക്തി ലഭിക്കുകയും അതിനുശേഷം കല്യാണം കഴിക്കുകയും എന്നിട്ട് കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി തിരിച്ച് ഇവിടെ വരികയും ഈ ശീതീകരിച്ച് വെച്ചിരുന്ന ആ സാമ്പിളിൽ നിന്ന് IVF മാർഗത്തിലൂടെ ഗർഭധാരണം ലഭിക്കുകയും കുട്ടി ജനിച്ചതുമായി നാം അറിഞ്ഞിരിക്കുന്നതായിരുന്നു. അതിനാൽ കൗമാരപ്രായത്തിലായാലും മറ്റ് പുരുഷന്മാർക്കായാലും ഏതെങ്കിലും തരത്തിൽ ഉള്ള അർബുദമോ മറ്റ് രോഗങ്ങളോ കാരണമോ അതോ ആ രോഗങ്ങൾക്ക് വേണ്ടിയുള്ള ചികിത്സാ രീതികൾ കൊണ്ടോ പ്രജനനശേഷി നഷ്ടപ്പെടാം എന്നുണ്ടെങ്കിൽ അവർക്കെല്ലാം ഇങ്ങനെ അവരുടെ പ്രജനനശേഷി